നിങ്ങൾക്കറിയാമോ 6 മാസം കൂടുമ്പോൾ രാജ്യം മാറുന്ന ഒരു ഭൂപ്രദേശത്തെക്കുറിച്ച്? കേൾക്കുമ്പോൾ കൗതുകകരമായി തോന്നാം. ഇക്കുറി നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് ആ പ്രദേശത്തേക്കാണ്. ലോകത്തിൽ 6 മാസം കൂടുമ്പോൾ രാജ്യം മാറുന്ന ഒരേയൊരു പ്രദേശമേ ഉള്ളൂ എന്നതാണ് ഈ പ്രദേശത്തെ വ്യത്യസ്തമാക്കുന്നത്. ഈ ദ്വീപിൽ നിങ്ങൾ ജനുവരി 31 രാത്രിയിൽ ഉറങ്ങാൻ കിടന്നാൽ ഫെബ്രുവരി 1 പുലരുമ്പോൾ ഉറങ്ങിയ രാജ്യത്തായിരിക്കില്ല നിങ്ങൾ ഉണർന്നെഴുന്നേൽക്കുന്നത്. അത്രയേറെ വിചിത്രമായൊരു ഭൂപ്രദേശമാണ് നാം കാണാൻ പോകുന്നത്. ഇത് ഫെസന്റ് ദ്വീപ്. ഏകദേശം 660 അടി നീളവും 130 അടി വീതിയുമുള്ള ചെറിയൊരു പ്രദേശം. ഫ്രാൻസിനെയും സ്പെയിനെയും വേർതിരിച്ചൊഴുകുന്ന ബിഡാസോവ നദിയിലാണ് ഈ ചെറുദ്വീപുള്ളത്. ഈ ദ്വീപ് 6 മാസം സ്പെയിനിൻ്റെ ഭരണത്തിലും തുടർന്നുള്ള 6 മാസം ഫ്രാൻസിൻ്റെ ഭരണത്തിലുമാണ് എന്നതാണ് ലോക ഭൂപടത്തിൽ ഈ ചെറുപ്രദേശത്തെ വ്യത്യസ്തമാക്കുന്നത്. ഈ ചെറുദ്വീപിന് ചുറ്റും ബിഡാസോവ നദിയാണ്. ഇവിടെ നിന്നാൽ ഫ്രാൻസും സ്പെയിനും കാണാൻ കഴിയും. കരയിൽ നിന്നും വെറും 50 മീറ്റർ അകലെയാണത്രേ ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ കാഴ്ചകളിലേക്കാണ് നാം ആദ്യം പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് കാണാൻ ഇവിടെ ഒന്നുമില്ല എന്നതാണ് വാസ്തവം. ഒരു ഫ്രഞ്ച് കോട്ടയും ഒരു സ്പാനിഷ് കോട്ടയും മാത്രമാണ് ഇവിടെയുള്ളത്. ഒരു റെസ്റ്റോറൻറ്റ്, ഒരു പൂന്തോട്ടം, ഒരു പള്ളി, ഇത്രയുമായാൽ ഫെസന്റ് ദ്വീപിലെ കാഴ്ചകൾ പൂർണ്ണമാകും. അതായത് ഇവിടെ സ്ഥിരതാമസക്കാരായി ആരുമില്ല എന്ന് നമുക്ക് ഈ പ്രദേശം കാണുന്നതോടെ വ്യക്തമാകും. ജനവാസമോ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച വിഭവങ്ങളോ ഇല്ലാതിരുന്നിട്ടും എന്തിനാണ് ഈ രാജ്യങ്ങൾ ഈ ഭൂമിയെ 6 മാസം വീതം കൈവശം വെച്ച് അനുഭവിച്ചു പോരുന്നത്? അതും 3.5 നൂറ്റാണ്ടിലേറെയായി. അതിന് ചരിത്രപരമായ ഒരു കാരണമുണ്ട്. ഇനി നമ്മൾ തേടുന്നത് ആ കാരണങ്ങളാണ്. പൈറനീസ് ഉടമ്പടിയുടെ ഓർമ്മയ്ക്കായാണത്രേ ഈ ദ്വീപിനെ ഇരു രാജ്യങ്ങളുടെയും പൊതു സ്വത്താക്കി മാറ്റിയത്. ലോകത്ത് ഒന്നിലധികം രാജ്യങ്ങൾക്ക് അവകാശമുള്ള പ്രദേശങ്ങൾ വേറെയുമുണ്ട്. എന്നാൽ 6 മാസത്തെ ഇടവേളകളിൽ പരമാധികാരം 2 രാജ്യങ്ങൾ പങ്കിട്ടെടുക്കുന്ന ഭൂപ്രദേശം എന്ന വിശേഷണം ഫെസന്റ് ദ്വീപിന് മാത്രം സ്വന്തമാണ്. 1600കളിൽ സ്പെയിനും ഫ്രാൻസും തമ്മിൽ നടന്ന 30 വർഷത്തെ യുദ്ധം അവസാനിപ്പിച്ചത് ഫെസന്റ് ദ്വീപിൽ വെച്ച് 1659 ഫ്രാൻസ് മുഖ്യമന്ത്രി കർദിനാൾ മിസാറിനും സ്പെയിനിലെ ഗ്രാൻഡിയായ ലൂയിസ് ഡി ഹാരോയും തമ്മിൽ ഒപ്പുവെച്ച പൈറനീസ് ഉടമ്പടിയോടെയാണ്. ഇതിനു മുന്നോടിയായി ഇരുവരും തമ്മിൽ 24 തവണയാണ് ഇവിടെ വെച്ച് ചർച്ച നടത്തിയത്. ഫ്രാൻസും സ്പെയിനും തമ്മിൽ കൃത്യമായി അതിർത്തി നിലവിൽ വരുന്നത് പൈറനീസ് ഉടമ്പടിയോടെയാണ്. അതിനു മുമ്പ് വരെ ഫെസന്റ് ദ്വീപ് സംബന്ധിച്ച് അവകാശവാദങ്ങളൊന്നും ഉയർന്നിരുന്നില്ല. 1659 നവംബർ 7 പൈറനീസ് ഉടമ്പടി നിലവിൽ വന്നു. കരാർ അനുസരിച്ച് ബിഡാസോവ നദിയുടെ പകുതി വെച്ച് ഇരു രാജ്യങ്ങളും പങ്കിട്ടെടുത്തപ്പോൾ നദീമധ്യത്തിലുള്ള ഈ ദ്വീപ് എന്ത് ചെയ്യുമെന്ന ചോദ്യം ഉയർന്നു. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്ന് നാം ഇവിടെ കാണുന്ന ഈ ഇരുരാഷ്ട്ര ഭരണം. ഫ്രഞ്ച് രാജാവ് ലൂയി 14നും സ്പാനിഷ് രാജാവായ ഫിലിപ്പ് 4 മകളും തമ്മിലുള്ള രാജകീയ വിവാഹത്തിന് ഈ ദ്വീപ് സാക്ഷ്യം വഹിച്ചതോടെ VVIP പരിഗണന ഈ ദ്വീപിന് ലഭിച്ചു. ഇതിനുശേഷം നിരവധി രാജകീയ വിവാഹങ്ങളും തടവുകാരുടെ കൈമാറ്റങ്ങളും ഈ ദ്വീപിൽ നടന്നു. ദ്വീപിൽ സ്മാരകങ്ങളൊന്നുമില്ല. ഈ സംഭവങ്ങളെ വിശദീകരിക്കുന്ന ഒരു സ്മാരക ലിഖിതമടങ്ങിയ ഒരു ഏകശിലാ രൂപം മാത്രം. അങ്ങനെ സ്പെയിനിനെ അഭിമുഖീകരിക്കുന്ന സ്മാരകശിലയുടെ വശം സ്പാനിഷ് ഭാഷയിലാണ്. ഫ്രാൻസിനെ അഭിമുഖീകരിക്കുന്ന വശം ഫ്രഞ്ചിൽ ആലേഖനം ചെയ്തിരിക്കുന്നു. സ്പാനിഷ് പട്ടണമായ സാൻ സെബാസ്റ്റ്യനിലെ നാവിക കമാൻഡറും ബയോണിലെ ഫ്രഞ്ച് കമാൻഡറും ദ്വീപിൻ്റെ ഗവർണർമാരായോ വൈസ്രോയിമാരായോ പ്രവർത്തിക്കുന്നു. ദ്വീപിലെ ഭരണം നടത്തുന്നത് സ്പെയിനിലെ നഗരമായ ഇരുണിൻ്റെയും ഫ്രാൻസിലെ നഗരമായ ഹെൻഡേയുടെയും മേയർമാരാണ്. ഭരണമെന്ന് പറയുമ്പോൾ അനധികൃതമായി ആളുകൾ കയറാതെ നോക്കുക, പുല്ലുവെട്ടുക എന്ന് മാത്രമാണ് കേട്ടോ. 2018 ജനുവരിയിലെ കണക്കനുസരിച്ച് ദ്വീപിന് ഏകദേശം 200 മീറ്റർ നീളവും 40 മീറ്റർ വീതിയും ഉണ്ടായിരുന്നു. നദിയുടെ ശക്തമായ ഒഴുക്കിൽ ഈ ദ്വീപ് ശോഷിച്ചു വരികയാണത്രേ. സംഭവം 2 രാജ്യങ്ങളുടെയും സ്വത്താണെങ്കിലും ഈ ദ്വീപ് ഭൂമിശാസ്ത്രപരമായി സ്പെയിനിന് അവകാശപ്പെട്ടതാണെന്ന ഒരു വാദവും നിലവിലുണ്ട്. അതിന് കാരണം ഈ ദ്വീപിൻ്റെ കിടപ്പാണ് കേട്ടോ. ബിഡാസോവ നദിയുടെ വടക്കൻ തീരത്തോട് ചേർന്നാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഫെസന്റ് ദ്വീപിൻ്റെ മുഴുവൻ പ്രദേശവും സ്പെയിനിൻ്റെ അതിർത്തിക്കുള്ളിൽ തന്നെയാണ് എന്ന് പറയാം. വേനൽക്കാലത്ത് സ്പാനിഷ് ഭാഗത്തു നിന്ന് കാൽനടയായി ദ്വീപിലെത്താം. ആ ഭാഗം അപ്പോഴേക്കും വറ്റി വരണ്ടിരിക്കും. ഇത്രയും കേട്ടപ്പോൾ അവിടേക്കൊന്ന് പോയാലോ എന്ന് തോന്നുന്നുണ്ടോ? എന്നാൽ അതത്ര എളുപ്പമല്ല എന്നതാണ് സത്യം. പൊതുജനങ്ങൾക്ക് ഇവിടേക്കുള്ള പ്രവേശനം നിഷേധിച്ചിട്ടുണ്ട്.
ഇരു രാജ്യങ്ങളും ചേർന്ന് നടത്തുന്ന ചടങ്ങുകൾ, അതായത് രാജകീയ വിവാഹം പോലുള്ള ചടങ്ങുകളിൽ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമാണ് ഇവിടേക്ക് പ്രവേശനമുള്ളത്. പിന്നെ ഇവിടേക്ക് പ്രവേശിക്കാനാകുന്നത് ഇരുൺ അല്ലെങ്കിൽ ഹെൻഡയിലെ മുനിസിപ്പാലിറ്റി ജീവനക്കാർക്കാണ്. ശുചീകരണത്തിനും പൂന്തോട്ട പരിപാലനത്തിനുമായി 6 മാസത്തിലൊരിക്കൽ ഇവർക്ക് ദ്വീപിലേക്ക് പ്രവേശിക്കാം. സംഭവം ഇങ്ങനെയൊക്കെയാണെങ്കിലും ചരിത്രപരമായി വലിയ പ്രാധാന്യം ഈ ചെറുദ്വീപിനുണ്ട്. ചിരവൈരികളായിരുന്ന 2 രാജ്യങ്ങളെ സൗഹൃദ രാജ്യങ്ങൾ മാത്രമല്ല, ബന്ധുക്കൾ കൂടിയാക്കി മാറ്റിയതിൽ ഈ ചെറുദ്വീപിൻ്റെ പങ്ക് വലുതാണ്. 3 പതിറ്റാണ്ട് നീണ്ട യുദ്ധത്തിന് ശേഷം 3.5 നൂറ്റാണ്ടോളം ഫ്രാൻസിനെയും സ്പെയിനെയും സൗഹൃദത്തിൻ്റെ കുടക്കീഴിൽ നിർത്തുന്നതിന് ഈ ചെറുദ്വീപ് വഹിച്ച പങ്ക് അത്ര പെട്ടെന്നൊന്നും വിസ്മരിക്കാൻ കഴിയില്ലല്ലോ.